ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ്. ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടിസ്ഥാന പാഠാവലി 6ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നതിലുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം ഒരു പാരഗ്രാഫ് എല്ലാം വായിക്കാം, എഴുതാം. അതിനെ തുടർന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ മുരളി അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? ഹരി. അച്ഛൻ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്തെല്ലാമായിരുന്നു? ബി ക്വസ്റ്റ്യൻ ആണ്. ഓണമുണ്ടും ഓടക്കുഴലും. സി ക്വസ്റ്റ്യൻ. മുരളിയോട് ആക്രോശിച്ച് സംസാരിച്ചത് ആരായിരുന്നു? സി അധ്യാപകർ. ഡി അമ്പരപ്പ് കൊണ്ടും നാണം കൊണ്ടും മുരളി എന്തു ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്? തറയിൽ നോക്കി നിന്നു. ബി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ കിട്ടും കേട്ടോ. ഇതിലുണ്ട് അതിൻ്റെ ആൻസേഴ്സ്. ആ ആൻസേഴ്സ് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ABCD. ഓക്കെ, നെക്സ്റ്റ് ഇ ഉണ്ട്. സാർ വായിച്ചു തന്ന ഡയലോഗ് പറയാൻ മുരളിക്ക് കഴിയാത്തതിന് കാരണം താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? അപ്പോൾ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത് പോസ്റ്റർ തയ്യാറാക്കാനാണ്. എ ക്വസ്റ്റ്യൻ. അരങ്ങ് എന്ന പേരിൽ നാടകശില്പശാല ഡിസംബർ 30 നിങ്ങളുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നു. പ്രമുഖ നാടക കലാകാരൻ വെങ്കിട സുബ്രഹ്മണ്യനാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രസ്തുത പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. ഇനി ബി. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമയുടെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? അപ്പോൾ ബിയുടെ ആൻസർ നമുക്ക് ആദ്യം പറയാം, എ അത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ബിയുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി 3ഉം 4ഉം ശരിയാണ്. സി ക്വസ്റ്റ്യൻ. രേഖാചിത്രങ്ങളെക്കുറിച്ച് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായി വരുന്നത്? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം ശരി കേട്ടോ. ഇനി നമുക്ക് ആ പോസ്റ്റർ ഒന്ന് നോക്കാം. രണ്ടാമത്തെ എയുടെ പോസ്റ്ററാണ്. നമ്മൾ നടക്കാൻ പോകുന്നത് അരങ്ങ് 2025. 2026 നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നാടകശില്പശാല, തീയതി ഡിസംബർ 30, 2025. സ്ഥലം വിദ്യാലയ ഓഡിറ്റോറിയം. ക്ലാസുകൾ നയിക്കുന്നത് പ്രമുഖ കലാകാരൻ വെങ്കിട സുബ്രഹ്മണ്യൻ. ഏവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്ററാണിത്. നിങ്ങൾക്ക് ഇതുപോലെ എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ 2A ഉത്തരമാണിത്. 2B നമ്മൾ പറഞ്ഞു, 2Cയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 3A താരതമ്യക്കുറിപ്പാണ്. നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ തന്നിട്ടുണ്ട്. അക്ഷരങ്ങളുടെ ആവർത്തനം, ആശയം എന്നിവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ രണ്ടും നോക്കിയിട്ട് നമ്മൾ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതും അതുപോലെ തന്നെ ആശയം താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ താരതമ്യ കുറിപ്പ് നോക്കാം. 3A. ആശയം രണ്ട് ഭാഗങ്ങളുടെയും ആശയമാണ് കേട്ടോ. ആദ്യം ഇവിടെ ഒരു അണ്ടർലൈൻ ഉണ്ട്, ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട്. രണ്ട് ഭാഗങ്ങളുടെയും ആശയം തികച്ചും വ്യത്യസ്തമാണ്. ആദ്യ ഭാഗത്തിലെ ആശയം ഒരു വീട്ടിലെ കലഹത്തെക്കുറിച്ചോ ദേഷ്യം കാരണം സാധനങ്ങൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചോ ആണ്. ഇതൊരു ആക്ഷേപഹാസ്യപരമായോ ലളിതമായോ ചിത്രീകരിച്ചിരിക്കുന്നു. രണ്ടാം ഭാഗത്തിലെ ആശയം ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ്. മലയിടിച്ചിൽ, ആളപായം, വഴിയടയൽ എന്നിവ. ഇത് വളരെ ഗൗരവമേറിയതും ഭീകരവുമായ ഒരു പ്രകൃതി ദുരന്തത്തെ വിവരിക്കുന്നു. അക്ഷരങ്ങളുടെ ആവർത്തനമാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഈ ആശയം അക്ഷരങ്ങളുടെ ആവർത്തനം കേട്ടോ. രണ്ട് ഭാഗങ്ങളിലും അക്ഷരങ്ങളുടെ, അപ്പോൾ ഇതൊരു അണ്ടർലൈൻ ചെയ്തത് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. രണ്ട് ഭാഗങ്ങളിലും അക്ഷരങ്ങളുടെ ആവർത്തനം പ്രകടമാണ്. ആദ്യ ഭാഗത്തിൽ കുഞ്ചൻ നമ്പ്യാർ എഴുതിയത് കേട്ടോ. ഉ, ള, ര, ച തുടങ്ങിയ അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് വായനയ്ക്ക് ഒരു താളവും ഭംഗിയും നൽകുന്നു. രണ്ടാം ഭാഗത്തിൽ ട, ഡ, ആ തുടങ്ങിയ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നു. ഇത് വിവരിക്കുന്ന സംഭവത്തിൻ്റെ തീവ്രതയും ഭീകരതയും വായനക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ 3A കഴിഞ്ഞു. 3Aയുടെ ആശയം താരതമ്യക്കുറിപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി 3B ആണ്. അതും ഒരു താരതമ്യക്കുറിപ്പ് തന്നെയാണ്. 3B എന്താ? എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു. മമ്മൂട്ടി. ഈ ഫോട്ടോയും കുറിപ്പും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ നടൻ മമ്മൂട്ടി പങ്കുവച്ചതാണ്. ഫോട്ടോയും നടൻ്റെ അഭിപ്രായവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
അപ്പോൾ നമുക്ക് നോക്കാം. 3B ചിത്രം. ആ ചിത്രത്തിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. അതാണ് ചിത്രം എന്ന് എഴുതിയിരിക്കുന്നത്. നടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT വാസുദേവൻ നായരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന് കാലിടറിയപ്പോൾ താങ്ങായി നിൽക്കുന്ന ഈ ചിത്രം അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. ഇനി കുറിപ്പ്. മമ്മൂട്ടി പങ്കുവച്ച കുറിപ്പിൽ MT വാസുദേവൻ നായരെ പിടിച്ചു നിർത്തിയപ്പോൾ താൻ അദ്ദേഹത്തിന്റെ മകനാണെന്ന് തോന്നിയതായി പറയുന്നു. ഇത് അവർ തമ്മിൽ ഒരു അച്ഛൻ മകൻ ബന്ധം പോലെ സ്നേഹവും ബഹുമാനവും നിലനിന്നിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. MTയുടെ വിയോഗം ഒരു യുഗത്തിന്റെ അന്ത്യമായി തോന്നുന്നുവെന്നും തന്റെ മനസ്സ് ശൂന്യമായ അവസ്ഥയിലാണെന്നും അദ്ദേഹം കുറിച്ചു. ഇനി ഇതിന്റെ താരതമ്യം. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യേണ്ടത് നിങ്ങൾ എഴുതണം എന്നില്ല കേട്ടോ. ഞാനത് വേർതിരിച്ചെടുത്ത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഹെഡിങ് ആയിട്ട് പറയുന്നത്. താരതമ്യം. ചിത്രവും കുറിപ്പും തമ്മിൽ പൂർണ്ണമായ സാമ്യതയുണ്ട്. ചിത്രത്തിലെ സ്നേഹപൂർണ്ണമായ സാമീപ്യം കുറിപ്പിലെ ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെയും നഷ്ടബോധത്തെയും സാധൂകരിക്കുന്നു. രണ്ടു കലാകാരന്മാർ തമ്മിലുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണിത്. ഇനി 4A അഭിമുഖ ചോദ്യാവലിയാണ്. 4A അഷ്ടപതി ഗായകനായ ഞെരളത്ത് രാമപൊതുവാളിന്റെ ഫോട്ടോയും അടിക്കുറിപ്പും തയ്യാറാക്കിയ പ്രശസ്ത ഫോട്ടോഗ്രാഫർ മധുരാജ് നിങ്ങളുടെ വിദ്യാലയത്തിലെ ഫോട്ടോ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്ന് കരുതുക. അദ്ദേഹവുമായി നടത്തുന്ന അഭിമുഖത്തിനാവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. കുറഞ്ഞത് 5 ചോദ്യങ്ങളെങ്കിലും തയ്യാറാക്കണം. അപ്പം നമുക്കത് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ. നമസ്കാരം സർ, ഞെരളത്ത് രാമപൊതുവാളിന്റെ ഫോട്ടോയും അടിക്കുറിപ്പും തയ്യാറാക്കാൻ താങ്കൾക്ക് പ്രചോദനമായത് എന്താണ്? രണ്ടാമത്തെ ചോദ്യം. അദ്ദേഹത്തോടൊപ്പമുള്ള ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാമോ? മൂന്നാമത്തെ ചോദ്യം. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ താങ്കളുടെ ഏറ്റവും മികച്ച സൃഷ്ടിയായി കണക്കാക്കുന്നത് ഏതാണ്? 4. ഇന്നത്തെ യുവ ഫോട്ടോഗ്രാഫർമാർക്ക് താങ്കൾ നൽകുന്ന ഉപദേശം എന്താണ്? 5. ഭാവിയിൽ ഇതുപോലുള്ള കൂടുതൽ പ്രൊജക്റ്റുകൾ ചെയ്യാൻ താങ്കൾക്ക് പദ്ധതിയുണ്ടോ? അപ്പോൾ 4A കഴിഞ്ഞു. ഇനി 4B എന്താ? പ്രശസ്ത ചിത്രകാരന്മാരായ റസാഖ് കോട്ടയ്ക്കൽ, വിക്ടർ ജോർജ്, മധുരാജ് എന്നിവർ പകർത്തിയ ഫോട്ടോകൾ നിങ്ങൾ കണ്ടല്ലോ. അതായത് നിങ്ങൾ കണ്ടല്ലോ എന്ന് ചോദിച്ചു ഇവിടെ അവർ ചിത്രങ്ങളൊന്നും തന്നിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ചാപ്റ്ററിലുള്ളതാണ്. നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ആ ചാപ്റ്ററിലെ കുറിപ്പ് അല്ലെങ്കിൽ ആ ചിത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വരയും വരിയും എന്നുള്ള ചാപ്റ്റർ കേട്ടോ. ആ ചാപ്റ്ററിലാണ് എന്ത് വരുന്നത്? ആ ചിത്രങ്ങൾ വരുന്നത്. ആ ഫോട്ടോസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എക്സാമിൻ്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതില്ല, പക്ഷെ അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം. അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണെന്നും അതിൻ്റെ പ്രത്യേകതകളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. ഈ ചിത്രങ്ങൾ കണ്ടല്ലോ, മധുരാജിൻ്റെയാണ് ആദ്യത്തെ ഈ ചിത്രം. അതുപോലെ വിക്ടർ ജോർജിൻ്റെയാണ് ഈ ചിത്രങ്ങൾ. റസാഖ് കോട്ടയ്ക്കലിലാണ് ഈ ചിത്രങ്ങൾ. ഇത് നിങ്ങളുടെ ആ ചാപ്റ്ററിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. അത് തരാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എഴുതിയല്ലേ പറ്റൂ. പ്രധാന ചിത്രത്തിനെ കുറിച്ച് പറയാം ആദ്യം. ഈ ചിത്രത്തിൽ ഞെരളത്ത് രാമപൊതുവാൾ എന്ന കലാകാരൻ ഇടയ്ക്ക് വായിക്കുന്നതാണ് കാണുന്നത്. ഇതൊരു കലാപ്രകടനത്തിന്റെ നിമിഷം പകർത്തുന്നതാണ്. മറ്റ് ചിത്രങ്ങൾ വിക്ടർ ജോർജിന്റെ. താഴെയുള്ള ഭാഗത്ത് വിക്ടർ ജോർജ് എടുത്ത മറ്റ് 4 ചിത്രങ്ങളുണ്ട്. 2 ചിത്രങ്ങൾ പ്രകൃതിദത്തമായ കാഴ്ചകളാണ്. ഒന്ന് ആളുകളും കന്നുകാലികളും വെള്ളത്തിനടുത്തുള്ളതും മറ്റൊന്ന് ഒരു മരത്തിന്റെ കുറ്റിയും. മറ്റുള്ള 2 ചിത്രങ്ങൾ മനുഷ്യരെയും അവരുടെ ജീവിത രീതികളെയും കാണിക്കുന്നു. ഒന്ന് പഴയകാലത്തെ ഒരു രംഗവും മറ്റൊന്നൊരു കുടിലിനു മുന്നിൽ നിൽക്കുന്ന ഒരാളെയും. ഇതിലെ വിഷയം. പ്രധാന ചിത്രം ഒരു പ്രത്യേക കലാകാരനിലും അദ്ദേഹത്തിന്റെ പ്രകടനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. താഴെയുള്ള ചിത്രങ്ങൾ വ്യത്യസ്തമായ പ്രകൃതിദത്തവും സാമൂഹികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇനി ഇതിന്റെ ശൈലിയാണ്. പ്രധാന ചിത്രം ഒരു സ്റ്റേജ് പെർഫോമൻസിന്റെ ഭാഗമാണ്. താഴെയുള്ള ചിത്രങ്ങൾ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളും പ്രകൃതി ദൃശ്യങ്ങളുമാണ്. ഈ പ്രധാന ചിത്രം എന്ന് പറയുന്നത് ഞെരളത്ത് രാമപൊതുവാളുടെ ആ ചിത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ പേര് മാറ്റി അത് കൊടുക്കാവുന്നതാണ്. പ്രധാന ചിത്രം എന്ന് മാറ്റി ഞെരളത്ത് രാമപൊതുവാളിന്റെ എന്ന് കൊടുക്കാവുന്നതാണ്. നിറം. ഇനി കളറ്. താഴെയുള്ള 2 ചിത്രങ്ങൾ കറുപ്പും വെളുപ്പുമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മുകളിലുള്ള ചിത്രങ്ങളും മറ്റു 2 ചിത്രങ്ങളും നിറമുള്ളവയാണ്. ചുരുക്കത്തിൽ മുകളിലുള്ള ചിത്രം ഒരു വ്യക്തി കേന്ദ്രീകൃതമായ കലാപരമായ നിമിഷത്തെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം താഴെയുള്ള ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫിയുടെ വൈവിധ്യമാർന്ന സാധ്യതകളും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളും പ്രകൃതി ഭംഗിയും കാണിക്കുന്നു. ഇത് ഞാൻ കോമൺ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചിത്രത്തിനെ കുറിച്ച് വേണമെങ്കിൽ എടുത്ത് എഴുതാം കേട്ടോ. ഞാൻ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് പോലെയാണ് ആൻസർ തന്നിരിക്കുന്നത്.
അടുത്തത് കത്താണ്. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ കണ്ടുവല്ലോ. സിനിമയുടെ ആശയവും അവ നിങ്ങളിൽ ഉണർത്തിയ ചിന്തകളും ഉൾപ്പെടുത്തി കൂട്ടുകാരന് കത്തെഴുതുക. അപ്പോൾ നമ്മൾ എപ്പോഴും കത്തെഴുതുമ്പോൾ ഒരു സ്ഥലം, ഒരു തീയതി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പ്രിയപ്പെട്ട സുഹൃത്തെ, സുഖമാണോ? ഇവിടെ എല്ലാവർക്കും സുഖം. ഈയിടെ ഞാൻ കണ്ട ഒരു സിനിമയെക്കുറിച്ച് പറയാനാണ് ഈ കത്തെഴുതുന്നത്. ദ ഫിഷ് ആൻഡ് ഐ എന്ന അനിമേഷൻ സിനിമയും നീയും കണ്ടു കാണുമല്ലോ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു ആ സിനിമ. കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് അത് കാണിച്ചു തന്നു. കടൽ ജീവികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നമ്മുടെ ചെറിയ പ്രവൃത്തികൾ പോലും പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഈ സിനിമയിലൂടെ മനസ്സിലാക്കാം. അതിനാൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാനും നമുക്ക് ശ്രമിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സിനിമയെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായങ്ങൾ അടുത്ത കത്തിൽ പങ്കുവെക്കുമല്ലോ. മറുപടി ഉടൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ. ആരാണോ അവരുടെ പേരെഴുതുക കേട്ടോ. ഇനി ആറാമത്തെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഒരു വിവരണം നിങ്ങൾ എഴുതണം. മുകളിൽ കൊടുത്ത ചിത്രത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിവരണം എഴുതാം കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തർ കാണുന്നവരുടെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. പക്ഷെ നമുക്കിതിൽ മരം വെട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ബാക്കി എഴുതേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ആശയം നിങ്ങൾക്ക് തരാം. ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരാം. ചിത്രത്തിൽ നമുക്ക് മുറിച്ചു മാറ്റിയ ഒരു മരത്തെയും അതിന് മുകളിലായി ഒരു പക്ഷിക്കൂടും കാണാം. പക്ഷിക്കൂട് 2 ഡബിൾ കായാണ്. അത് ടൈപ്പ് ചെയ്തപ്പോൾ പക്ഷിക്കൂടും കാണാം. പക്ഷിക്കൂട് തേടി വരുന്ന പക്ഷിയെയും നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നു. മരത്തെ ചുറ്റി വളർന്നു വരുന്ന വള്ളിച്ചെടികളെ നമുക്കതിൽ കാണാൻ കഴിയുന്നു. മരത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന പക്ഷിയാവാം അത്. മരം മുറിച്ചതറിയാതെ തൻ്റെ പക്ഷിക്കൂട് തേടി വരുന്ന പക്ഷിയായിരിക്കാം ചിത്രത്തിൽ തന്നിരിക്കുന്നത്. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റവും മരങ്ങളെ വെട്ടി നശിപ്പിക്കലും ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കലും ഒരു തവണ മതി കേട്ടോ ആണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മനസ്സിലാവും. നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് നിങ്ങളൊരു നല്ല വിവരണമായിട്ട് എഴുതുക കേട്ടോ. അത്രയും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.